അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദെന്ന്. എന്തൊക്കെയുണ്ട് ചങ്കുകളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ലേ? ചങ്കളെ, ഒരു ജോബ് വേക്കൻസി ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞ വേക്കൻ്റാണ്. പക്ഷേ കുറച്ച് ആളുകൾക്ക് ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകളൊന്നും റെഡിയല്ല. എന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്പർ മേടിക്കുക. പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്പർ മേടിച്ചിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ അവർ ചോദിക്കുമ്പോൾ ഇവർ ഓക്കെ ആവില്ല. അതെന്താണ് കാരണം എന്നറിയില്ല. അപ്പോൾ ആ വേക്കൻ്റ് വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വേക്കൻസി ഒക്കെ ചെയ്യുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബിൻ്റെ നെയിം ഷഫീഖ് കളത്തിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ കാണാൻ കഴിയും. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. പിന്നെ എനിക്കിവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റേ നമ്മളെ മനാഫിൻ്റെ വിഷയം പറഞ്ഞ മാതിരി 72 ദിവസത്തോളം അവൻ്റെ ഒരേ സുഹൃത്തിനെ അഥവാ ഒരു സഹോദരനെ ആ ഒരു പുഴേൻ്റെ സൈഡിൽ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു മയ്യത്ത് ആ പുഴയിൽ നിന്ന് കിട്ടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഈ പുറങ്കാലോണ്ടുണ്ടൊരു ചവിട്ട്, അത് പ്രതീക്ഷിക്കാത്തൊരു കിട്ടലാണ് അല്ലേ? കാരണം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു ഓനെ ജീവനോടുക്കനെ കിട്ടണമെന്നുള്ളത്. പക്ഷേ ഓനെ ജീവനോടുക്കനെ കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഓൻ്റെ നമ്മൾ ഈ പ്രവാസത്തിലൊക്കെ വന്നു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറവ് ചെയ്യരുതേ എന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാൻ മരിച്ചാലും എൻ്റെ മയ്യത്ത് ഇവിടെ മറവ് ചെയ്യരുതേ. മക്കത്തോ മദീനത്താണെങ്കിൽ എനിക്ക് സമ്മതമാണ്, 100% സമ്മതമാണ്. ഇനി അഥവാ ഇവിടെ എവിടെയെങ്കിലും റിയാദിൽ എവിടെയെങ്കിലും മരിക്കുകയാണെങ്കിലും എൻ്റെ മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കണം. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എൻ്റെ വീട്ടുകാർക്കൊരു ഓർമ്മയുണ്ട്, ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ വൈഫാണെങ്കിലും മക്കളാണെങ്കിലും സിസ്റ്ററാണെങ്കിലും എല്ലാവരും ഒരു പ്രതീക്ഷ ഉണ്ടാവും, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ കാക്കു എൻ്റെ മകൻ കയറി വരുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ മറവി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അത് മനസ്സിൽ നിന്ന് പോകില്ല. കാരണം ചിലപ്പോൾ മരണം അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പക്ഷേ അവരുടെ മനസ്സിൽ നിന്നത് പോകില്ല. എനിക്ക് 2 സ്ഥലത്ത് മരിക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ മറവ് ചെയ്യാൻ താല്പര്യമുള്ളൂ, മക്കത്തും മദീനത്തും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ മഹല്ലിൽ എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും ഞാൻ ഇതെടുത്ത് പറയാനേ കാരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോഴും അതിന് മുമ്പ് ഒരു 6 മാസം ഈ ടൈമിലാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് നാട്ടിൽ പോയത്. ആ ടൈമിൽ ഞാൻ നാട്ടിൽ പോയപ്പോൾ പിന്നെ എൻ്റെ മോനിൻ്റെ കൂടെ പള്ളിയിൽ വരുമായിരുന്നു. എൻ്റെ മോന് പള്ളിയിൽ എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ എൻ്റെ മോനുമായിട്ട് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പല തിരക്കുള്ള ആളുകളാണ്. ജീവിതത്തിൽ പിച്ച വെച്ച് നടക്കണ മുതലേ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ ഓട്ടം നിൽക്കണത് അറിയോ? മരിക്കണ ടൈമിൽ. ആ ടൈമിലാണ് നമ്മൾ ഓട്ടം നിൽക്കുന്നത്. അപ്പോൾ പള്ളിക്ക് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പണിയുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ, അവരൊന്നും നമ്മൾ കുറ്റം പറയില്ല. പണിയില്ലെങ്കിൽ ഞങ്ങളെ ഞാൻ എൻ്റെ വാപ്പാൻ്റെ വീടിൻ്റെ അവിടെ അല്ല, എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അവിടെയാണ് വീടും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എൻ്റെ ഉമ്മമാൻ്റെ വീടിനായിട്ടൊക്കെയാണ് ഞങ്ങളെ താമസവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വല്യമ്മ അൽഹംദുലില്ലാ ആയാത്തിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ വല്യമ്മാൻ്റെ അമ്മ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ അമ്മായിൻ്റെ ഒരു മാനുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട്, അഥവാ എൻ്റെ ഉമ്മാൻ്റെ എളാപ്പാരൊക്കെ മരിച്ച് ഞങ്ങളൊരു കുടുംബമായിട്ട് തന്നെ മഹല്ലിൽ മറവ് ചെയ്ത ഒരു ഭാഗമുണ്ട്. അവിടെ ഈ മറ ചെയ്ത ഭാഗത്തേക്ക് ഞാൻ എൻ്റെ മോനെ കൈ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കുട്ടീനോട് ചോദിച്ചു, ഇപ്പോൾ എല്ലാവരും അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്ങനെ വരുന്നത്? അപ്പം ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കുട്ടീനെ അങ്ങോട്ട് വരുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ള കാലത്തെ പന കുട്ടീനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി എന്നും പന ഖബറിൽ വന്ന് പോകണം. കാരണം ഞാൻ എൻ്റെ വല്യപ്പ അവിടെ ഉണ്ട്, വല്യപ്പാൻ്റെ അനിയന്മാരുണ്ട്, എൻ്റെ അമ്മോനുണ്ട് മാമന്, പിന്നെ ഈ നാണികാക്ക് പറഞ്ഞ ഒരാളുണ്ട്, എല്ലാവരും ഉണ്ട്. അതേമാതിരി എൻ്റെ അമ്മമാൻ്റെ അമ്മ ഉണ്ട്. ഇവരൊക്കെ കൂട്ടത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരോടും ഒരു സലാം പറഞ്ഞ്
ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ഒരു ദ്വായം ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഫാത്തിഹയൊക്കെ ദ്വായം ചെയ്തിട്ട് പോന്നാൽ മതി. ആ ഒരു ടൈം നമ്മളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഞാനിവിടെ റിയാദിൽ 1-2 മയ്യത്ത് മറവിയാൻ വേണ്ടിയാണ്ട് നസീമിൽ പോയിട്ടുണ്ടായിരുന്നു. ആ മറവി ഇത് പോരുക എന്നല്ലാതെ പിന്നീട് എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നീട് അവിടെ പോയിട്ടില്ല. വേറെ ആൾ പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെ കുട്ടികളുടെ അടുത്താണെങ്കിൽ അൽഹംദുലില്ലാ അത് അത്രയും റാഹത്താവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നാട്ടിലേക്ക് കൊണ്ടുപോവുക, വേറെ ഒരു ചിന്തയില്ല. മരണം ഏത് നിമിഷവും നമ്മളടുത്തുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു ജോബ് വേക്കൻസി ഉണ്ട്. ഒരു വഴി ഒരാൾ ചോദിച്ചു വരുമ്പോൾ ആ വഴി ഞാൻ പറഞ്ഞു കൊടുക്കൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. തെറ്റുകൾ ചെയ്യാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പടച്ചോ നമുക്കത് പൊരുത്തപ്പെട്ട് വരും. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ഭാഗമാണ് ആളുകൾക്ക് ജോബ് കണ്ടെത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു ജോബ് കണ്ടെത്തി കൊടുക്കുമ്പോൾ ആ കുടുംബത്തിലെ പ്രാർത്ഥനകൾ കുറേ ആളുകൾക്ക് ജോബില്ലാതെ നമ്മളെ വീഡിയോസുകൾ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ, ചില ഉമ്മമാരെന്നെ മെസ്സേജ് അയക്കലുണ്ട്. നിസ്കാരപ്പായി നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ജോബ് കണ്ടെത്തി കൊടുക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഇപ്പം എൻ്റെ കൈ കിട്ടിയിട്ട് വേണം എൻ്റെ കുടുംബത്തിൽ 5 പേർക്ക് ചിലവഴിഞ്ഞു പോകാൻ. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ, ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥനകളുണ്ടാകും. ഈ ജോബ് വേക്കൻസി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാൾക്ക് ജോലി ശരിയാക്കി കൊടുക്കുമ്പോൾ അത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് ചെയ്ത മുതൽക്കേ ഞാൻ വിമർശനങ്ങളും കുറ്റങ്ങളും ഈ വോയിസുകൾ നീട്ടി പറയണു, അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കണോ ഇതിങ്ങനെ ആക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ₹1 എൻ്റെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ, ഞാൻ അതിൽ എല്ലാ വീഡിയോസിലും ഫസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായി, ഇതിലൂടെ ₹1 എൻ്റെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിലൂടെ തന്നെ ചിലവഴിക്കും. അതും ഞാൻ പറഞ്ഞതാണ്. എനിക്കിന്ന് അൽഹംദുലില്ലാ ഒരു ജോബുണ്ട്, കുഴപ്പമില്ലാത്ത സാലറിയും കാര്യമൊക്കെ ഉണ്ട്. എൻ്റെ കുടുംബം മുന്നോട്ട് പോകേണ്ട സാലറിയും കാര്യങ്ങളുണ്ട്. കടങ്ങളില്ലാത്ത ഒരു വ്യക്തികളുമില്ല. ചില ആളുകളെ വിചാരമുണ്ട് നമ്മളെ ഈ വീഡിയോസും കാര്യങ്ങളും ഇത്രയൊക്കെ അടിച്ചു പൊളിച്ച് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആളുകളെ വിചാരം പിന്നെ കടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, ഷെഫീഖ് ഭായ് ഇത്രയും കടത്തിലാണ്, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ? വഴികൾ കാണിച്ചാലെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു തരും. ഒരാൾക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ് ഒരാളെ CV ഞാൻ വാങ്ങി വെക്കാത്തത്. ഇന്ന് രാവിലെ എനിക്ക് ഉച്ചക്കാണ് ഡ്യൂട്ടി. രാത്രി ഇന്നലെ കുറേ നേരം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. എനിക്ക് ടൈം കറക്റ്റല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ, സൗദി നമ്പർക്ക് ആരോടും കോൾ ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും പറയലുണ്ട്. പക്ഷെ എൻ്റെ നമ്പർ കൊടുക്കുന്ന ആളുകളെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് പറയാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ. കാരണം നമ്മളെ ഉറക്കം, ഞാൻ ഒരു പ്രാവശ്യം ഒരു നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രമിക്കുക, വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക. ഓക്കെ. പിന്നെ ഞാനിതിലൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് പിന്നെ വിമർശിക്കാനോ കാര്യങ്ങളോ ഒന്നിനും നിൽക്കണ്ട. ഞാൻ വലിയൊരു സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഒരു ഇതിലാണ് ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുന്നത്. എനിക്കൊരു ജോബ് വേക്കൻസി വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ എല്ലാ DPയിലും എൻ്റെ വേക്കൻസി കാര്യങ്ങൾ ഒരുപാട് ആളുകൾ എന്നെ അറിയപ്പെടുന്നതും അതുപോലെ തന്നെയാണ്. ജോബ് വേക്കൻസി ഷെഫീഖ് ഭായ് ആണെന്നാണ് പറയാം. അപ്പോൾ എനിക്ക് അൽഹംദുലില്ലാ അങ്ങനെ അറിയപ്പെട്ടാൽ മതി. വേറെ എല്ലാ വകുപ്പിലെന്ന് പറഞ്ഞാൽ അതൊക്കെ പഠിച്ച റബ്ബിതാക്കണേ. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇവിടെ ജോബുണ്ട് അവിടെ ജോബുണ്ടെന്നൊന്നും നമുക്ക് ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റായിട്ട് കാണും ആളുകൾ. ഞാൻ ഇതിൽ നിന്നൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഞാൻ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി. എൻ്റെ നമ്പർ 9895331557 9895331557. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. അസ്സലാമു ഞാൻ 2-3 ദിവസം മുമ്പേ വീഡിയോ ചെയ്ത ജോബ് വേക്കൻസിയിൽ ഒരു വേക്കൻസിയിൽ ആളായിട്ടില്ല. അപ്പോൾ അത് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, റിയാദ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്തു, അത് വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തു.
അപ്പോൾ ഈ ഒരു വേക്കൻ്റ് ഇപ്പോൾ എനിക്കൊരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഞ്ഞാന്ന് പറഞ്ഞ വീഡിയോയിൽ ഒരു വേക്കൻസിക്ക് ആളായിട്ടുമില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു വേക്കൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളും 2-3 ദിവസം മുമ്പ് പറഞ്ഞതാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല തിരക്ക് കാരണം കൊണ്ട്. അപ്പോൾ വീണ്ടും ഇന്നലെ മെസ്സേജ് അയച്ചു. ദമാമിലേക്ക് ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട്. നാട്ടിലുള്ള ആൾക്കാണ് ആ വേക്കൻസി ഉള്ളത് കേട്ടോ. അപ്പോൾ 1800 റിയാലാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റൂമുണ്ട്. പിന്നെ അവർ സൗദി ലൈസൻസ് ഉള്ള ആളായിരിക്കണം, അഥവാ റിട്ടേൺ ആയിരിക്കണം. ഓക്കെ, അവർ പറഞ്ഞിട്ടുള്ളത് സൗദി ലൈസൻസ് എക്സ്പയർ ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു 40-42 വയസ്സൊക്കെ വരെ ആവാം, അതിൻ്റെ ഉള്ളിലുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദി ലൈസൻസ് നിർബന്ധമായിട്ടും വേണം, എക്സ്പയർ ആയാലും കുഴപ്പമില്ല. പിന്നെ സൗദി, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാറ്, എനിക്കറിയാം ഈ ഒരു വേക്കൻസിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ആ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞൊരു കോൺടാക്ട് നമ്പർ, ഒരുവിധ ആളുകൾക്കൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് നമ്പർ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും. കാരണം അത്രയും ആളുകളെടുത്ത് ഒരു 10-15,000 ആളുകളെ കോൺടാക്ട് നമ്പറെങ്കിലും ആ ഫോണിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിലേക്ക് നിങ്ങളെ ഒരു ഫോട്ടോസും സൗദി ലൈസൻസിൻ്റെ ഫോട്ടോസും പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് പേജ് ഇതൊരു PDF ആയിട്ട് നിങ്ങൾ അയച്ചു ഇടുക. ഞാൻ ഇത് അവരിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവരാരെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആ നമ്പറിലെ സ്റ്റാറ്റസിലിടും. പുതിയ ആളുകളാണ് ഈ വീഡിയോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ആ നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് എനിക്ക് അയക്കണം കേട്ടോ. എന്നാലേ ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് എൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആരെയാണ് അവർ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവരുമായിട്ട് നിങ്ങളെ നമ്പർ ഞാൻ അവർക്ക് കൊടുക്കും. ഞാൻ ആ സെലക്ട് ചെയ്യുന്ന ആളെ ഫോട്ടോസ് ഞാൻ സ്റ്റാറ്റസിലിടും. അതിനുശേഷം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, സൗദിക്ക് കൊടുത്ത് നിങ്ങളവർ സംസാരിച്ച് ഓക്കെ ആയിട്ട് മാത്രം നിങ്ങൾ കയറി വരിക. ഇങ്ങനെയൊക്കെ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്. ₹1 എനിക്കോ മറ്റവനക്കോ ആർക്കും നിങ്ങൾ കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 10, 20 പറയാം, അതിനൊന്നും ആവശ്യമില്ല. ആരെങ്കിലുമൊക്കെ പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച ആളുകളുണ്ട്, ഷഫീഖ് ഭായി ഒരു പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒന്ന് പറയും. പക്ഷേ എനിക്ക് ആർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 10-100 മെസ്സേജ് വരും. പിന്നെ ഇന്നലെ പറഞ്ഞ ആളുകളൊക്കെ 100 മെസ്സേജിൻ്റെ താഴെ പോകും. പിന്നെ നാളെ വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും 10-100 മെസ്സേജ് വരും. അപ്പോൾ ആ ചോദിച്ച ആൾ എത്രയോ ഇതിൻ്റെ താഴെ പോയി കിടക്കുക. പിന്നെ ആരെ ഞാൻ എഴുതിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആർക്ക് അർഹതപ്പെട്ട് കിട്ടണമെന്ന് വെച്ചാൽ അവർക്കിത് കിട്ടട്ടെ. നമുക്കിതേറ്റൊരു കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫായ്ദ കാര്യങ്ങളും നിങ്ങളെന്നോ അവരെന്നോ നമ്മൾ മേടിക്കണില്ല. നമ്മളെ വഴി നമ്മളതിലൂടെ നിങ്ങൾക്ക് ഒരു ജോബ് ശരിയാവുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നൊരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അത്രമാത്രം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല നിങ്ങൾ, ആ സുഹൃത്തിന് 1800 അല്ല 2000 റിയാൽ ശമ്പളം കിട്ടിയത്. അൽഹംദുലില്ലാ. കാരണം ₹1 ചിലവില്ല, നാട്ടിൽ നിന്ന് ടിക്കറ്റും കാര്യങ്ങളും അയാളെ കാര്യങ്ങളും എടുത്തുകൊണ്ട് പോന്നാൽ മതി. അപ്പം അങ്ങനെയൊക്കെ കിട്ടി നിങ്ങൾക്ക് അങ്ങനത്തൊക്കെ തരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അസൂയപ്പെട്ടിട്ടല്ല തരുന്നത്, സന്തോഷത്തിലാണ് തരുന്നത്. പിന്നെ നിങ്ങളായിടുന്ന കമൻറ്റും അതുപോലെ തന്നെ ഇന്ന വേക്കൻസിക്ക് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു, ഇന്ന ജോബ് എനിക്ക് ശരിയായിക്കണു, നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഇടുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേരുണ്ട് എൻ്റെ ഇരുന്ന് കോൺടാക്റ്റ് മേടിച്ച് ജോലിക്ക് കയറിയാലും ഒരു മെസ്സേജ് പോലും. കുറേ ആളുകൾ എനിക്ക് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്ത് ചോദിക്കുമ്പോൾ ഇന്ന് വരെ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പണി ശരിയാക്കി കൊടുത്തോ ചോദിച്ച ആളുകളുണ്ട്. എന്താ അവരോടൊക്കെ മറുപടി പറയാമെന്ന് പോലും എനിക്കറിയില്ല. ഞാനൊന്നും പറയാൻ പോക്കില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാലല്ലേ കുറ്റമുള്ളൂ, അതുകൊണ്ടൊന്നും പറയാൻ പോക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു കാര്യം ചെയ്യും, പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യണ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞുതരാം. പിന്നെ ഒരു വേക്കൻസിക്ക് ചിലപ്പോൾ 3 മിനിറ്റൊക്കെ സംസാരിക്കും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞ് തന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറേ ആളുകൾ CV അയക്കുന്നുണ്ട്, ഷെഫീഖ് ഇതിന് പറ്റിയ ജോബ് ഉണ്ടോ, അതിന് പറ്റി. ഞാൻ ചിലപ്പോൾ പറയാം ഓക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കരുത്. കാരണം നിങ്ങളൊന്നുമില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ജോബ് വേക്കൻസി കോൺടാക്ട് നമ്പറിൻ്റെ സ്റ്റാറ്റസ് വാച്ച് ചെയ്യണം. വേക്കൻറ്റുകൾ ഞാൻ അതിലും വീഡിയോസിലുമാണ് പറയുക. ആ വീഡിയോസിൽ പറയുന്ന വേക്കൻസി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എനിക്ക് റീപ്ലൈ തന്നുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക.
നമ്പർ സേവ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റസ് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എമർജൻസി വേക്കൻസികൾ വരികയാണെങ്കിൽ നമ്മളെ സ്റ്റാറ്റസിലിടും. ഇൻഷാ അല്ലാഹ് ഈ ഡ്യൂട്ടി നാളത്തോടുക്കനെ കൂടിയിട്ട് ഫിനിഷ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉഷാറാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും പ്രാർത്ഥിക്കരുത് ഷെഫീഖ് ബൈക്ക് ജോബൊന്നും ഇതാകരുതെന്ന് വിചാരിച്ചിട്ടോ. ജോബ് എനിക്ക് വേണതിൻ്റെ കൂടെ, എന്നാലാണ് നിങ്ങൾക്കൊരു ജോബ് കണ്ടെത്തി തരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.